നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ അധികാരമേറ്റ അന്നു മുതൽ പിണറായി വിജയൻ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തത് മുതൽ അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ എല്ലാ വിധത്തിലും അങ്ങനെ തന്നെയാണ്. ജയരാജനെ പാടിപ്പുകഴ്ത്തുന്ന പാട്ട് വന്നാൽ അപ്പോൾ തന്നെ പ്രശ്നമാണ്. എന്നാൽ പിണറായി വിജയന്റെ പേരിൽ മെഗാ തിരുവാതിര അവതരിപ്പിച്ചാലോ കാരണഭൂതനെ വാഴ്ത്തിപ്പാടിയാലോ ഒന്നും പ്രശ്നമില്ലതാനും. അത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടലുകളുമായാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ CPM ഭരണം നടത്തുന്നത്. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ മുന്നോട്ട് വയ്ക്കുവാൻ CPMന് കഴിയുന്നുമില്ല. കാരണം ഇപ്പോൾ ഭരണത്തിലുള്ള ഏക സംസ്ഥാനം ഇവിടെ കേരളമായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ത് കാണിച്ചാലും അതിന് അനുകൂലമായി തുള്ളുക എന്ന് മാത്രമാണ്. പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിലൊക്കെ നമുക്ക് കണ്ടതാണ്. മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയൻ മകളെ കൊണ്ടുപോയി. അപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു നാട്ടിൽ വന്നപ്പോഴത്തേക്ക് കേസും കൂട്ടവുമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന അവലോകന യോഗം. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയുടെ അവലോകന യോഗത്തിൽ പിണറായി വിജയൻ തന്റെ മകളെയും കൊച്ചുമകനെയും ഒക്കെ കൂട്ടിപ്പോയിരിക്കുന്നു. നമുക്കറിയാം, പണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്ത ആ ചടങ്ങിൽ കുമ്മനം രാജശേഖരൻ പോയത് വലിയ വിവാദമായിരുന്നു. കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അന്ന് ഒരു ദേശീയ നേതാവ് വരുമ്പോൾ BJPയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാന നേതാവ് പോയി സ്വീകരിക്കുക എന്നുള്ളത്, സംസ്ഥാന നേതാവ് ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് BJPയുടെ നയമാണ്. സാധാരണഗതിയിൽ അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി വന്ന് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിനെ ഒരു പ്രയോഗം തന്നെ അങ്ങ് ഉണ്ടാക്കി. ഇവിടെ നോക്കൂ, അടുക്കളയിലുള്ള എല്ലാവരും പിണറായി വിജയന്റെ മകളും പിണറായി വിജയന്റെ ഭാര്യയും പിണറായി വിജയന്റെ ചെറുമകനും ഒക്കെ ചേർന്നാണ് എല്ലാ യാത്രകളിലും പോകാറുള്ളത്. ഭാര്യ പോകുന്നതിന് പിണറായി വിജയന് സുഖമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാമെങ്കിലും പോട്ടെ, അത് നമുക്കങ്ങ് മറക്കാം. പക്ഷെ മകളെയും കൊച്ചുമകനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് എല്ലാ യാത്രകളിലും പോകുന്നത് എന്തിനാണ്? ഇവിടെ നോക്കൂ, വിഴിഞ്ഞത്ത് എന്താണ് സംഭവിച്ചത്? വിഴിഞ്ഞത്ത് പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന അവലോകന യോഗം നടക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് അടുത്ത ഉദ്ഘാടനത്തിന് മുമ്പുള്ള അവലോകന യോഗം നടക്കുമ്പോൾ മകളെയും കൂട്ടിപ്പോവുക. ഇനി ശരി, മകൾക്ക് പോർട്ട് കാണണമെന്ന വാദം ഇരിക്കട്ടെ, മകളെ എന്തിനാണ് ആ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കൊണ്ടിരുത്തിയത്? അവിടെയാണ് ചോദ്യം. നമുക്കറിയാം, പോർട്ട് കാണണം, അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങി കാണാൻ ഒരു സന്തോഷമുണ്ട്. പോർട്ട് കാണാനാണ് പോയതെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പോയി പുറത്തു നിൽക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പോർട്ട് കണ്ട് അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്തിനാണ്? ഇനി വിഴിഞ്ഞത്തെ അദാനിയുടെ പോർട്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മാസപ്പടി വാങ്ങുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. മാസപ്പടിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ നമുക്ക് CMRലുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിലുള്ള മാസപ്പടികൾ വാങ്ങുന്ന ഒരാളായിരുന്നു മകൾ. ഇനി മകൾക്ക് എവിടെയെങ്കിലും കടലാസ കമ്പനി വേറെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണോ മകളെയും കൂട്ടിപ്പോയത്? മകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം അതിലുണ്ടോ എന്നറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മറ്റൊരു കമ്പനിയുടെ കൂടി ഡയറക്ടറായിരുന്ന ആളാണ് വീണ വിജയൻ. വീണ വിജയൻ എവിടെ കൂട്ടിപ്പോയത് ശരിയായില്ല. വളരെ കൃത്യമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ അതിലും വലിയ വിവാദമാകുന്നത് സർക്കാരിന്റെ ഒരു പരിപാടി. ആ സർക്കാരിന്റെ പരിപാടി കുട്ടികൾക്കിടയിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സുംബയാണ്. ഇവിടെയും പിണറായി വിജയൻ ചെയ്ത തോന്നിവാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ടീഷർട്ടിൽ, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുത്ത ടീഷർട്ടിൽ തന്റെ പടം വെച്ചുകൊണ്ടാണ് ടീഷർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ഏതൊക്കെ വിധത്തിൽ എവിടെയൊക്കെ തന്നെ മുഖം അടിച്ചു വെക്കാമെങ്കിലും അവിടെയെല്ലാം അടിച്ചു വെക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പക്ഷെ അത്തരം ശ്രമങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയൻ ഏതായാലും ഇപ്പോൾ കുട്ടികൾക്ക് ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ നടത്തുകയാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ക്യാമ്പയിൻ നടത്താനുള്ള എന്ത് ധാർമ്മികതയാണ് CPMനോ അല്ലെങ്കിൽ CPMന്റെ വിദ്യാർത്ഥി സംഘടനകൾക്കോ ഉള്ളത് എന്നത് സംശയാസ്പദമായ കാര്യമാണ്. യുവജന സംഘടനകൾ അടക്കമുള്ളവർ, ആ CPMന്റെ യുവജന സംഘടനയിലെ നേതാക്കന്മാരും CPMകാരും അതുപോലെ തന്നെ CPMന്റെ വിദ്യാർത്ഥി സംഘടനയിലുള്ളവരുമാണ് 90% കഞ്ചാവ് ഉപയോഗിക്കുന്നവരും 90% ഇത്തരത്തിലുള്ള രാസലഹരികൾ വിൽക്കുന്നവരും കൈമാറ്റം ചെയ്യപ്പെടുന്നവരും എല്ലാം ഇവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ CPMൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ CPMൽ ഒരു യോഗം വിളിക്കണം. യോഗം വിളിച്ചിട്ട് കുട്ടി നേതാക്കന്മാരെയും സഖാക്കന്മാരെയും എല്ലാം ഒരുമിച്ച് വിളിച്ചിട്ട് നിങ്ങൾ ഈ കച്ചവടം നിർത്തൂ, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന നിർത്തൂ എന്ന് പറഞ്ഞ് അവിടുത്തെ സഖാക്കന്മാരെ ഒന്ന് മര്യാദ പഠിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. നമുക്കറിയാം, CPMന്റെ സമുന്നതരായ ഒരു നേതാവിന്റെ മകനാണ് ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ബാംഗ്ലൂരിലെ പാരപ്പൻ അഗ്രഹാര ജയിലിൽ കിടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും CPMന്റെ വിഷയത്തിലെ ഇരട്ടത്താപ്പ് ഇപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതായിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു കഞ്ചാവ് കൈവശം വെച്ചതിന് ഒരു കേസ് എടുക്കപ്പെട്ടിരിക്കുന്നു വേടൻ എന്ന് പറയുന്ന റാപ്പർക്കെതിരെ. അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഇടതുപക്ഷം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പേരുദോഷമോ? ഈ ചിത്രത്തിൽ എവിടെയും ഇല്ലാത്ത BJPക്ക്
സവർണരെ പ്രകോപിപ്പിച്ചത്രേ, അല്ലെങ്കിൽ സവർണ മേധാവിത്വമുള്ളവരെയാണ്, അല്ലെങ്കിൽ BJPക്കെതിരെ അയാൾ പറഞ്ഞതുകൊണ്ട് എല്ലാവരും പ്രകോപിതരായി എന്ന്. ഏതായാലും കഞ്ചാവ് ഉപയോഗിച്ചത് അതിന് BJPക്കാരനോ CPMകാരനോ കോൺഗ്രസ്സുകാരനോ ആരും ആയിക്കോട്ടെ, ലഹരി ഉപയോഗം തെറ്റ് തന്നെയാണ്. അത്തരം ലഹരി ഉപയോഗിക്കുന്നതും ലഹരിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതും സാമൂഹ്യ വിപത്ത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ തന്നെ പറയുന്നു, കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ ഇടതുപക്ഷവും പറയുന്നു, റാപ്പർ ഒരുപാട് ജനങ്ങളെ അല്ലെങ്കിൽ കുട്ടികളുടെ മാതൃകയാണ് എന്നാണ്. കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ, അയാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിടുമ്പോൾ, ആയുധം കൈവശം വെച്ചതിന് പിടിക്കപ്പെടുമ്പോൾ, പുലിപ്പല്ല് കഴുത്തിലിട്ടതിന് പിടിക്കപ്പെടുമ്പോൾ, 9.5 ലക്ഷം രൂപയുമായി പിടിക്കപ്പെടുമ്പോൾ, അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? കേരളത്തിലെ ഈ പറയപ്പെടുന്ന ജനങ്ങൾക്ക്, ഈ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയോ മര്യാദയോ സംസ്കാരമോ ഉണ്ടെങ്കിൽ ഈ വേടൻ എന്ന് പറയുന്ന റാപ്പറെ പ്രോത്സാഹിപ്പിക്കൂ. അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് തുറന്നു പറയാനുള്ള ആർജവമല്ലേ ഉണ്ടാകേണ്ടത്? പകരം അയാൾ സംഘപരിവാറിനെ പ്രകോപിപ്പിച്ചതുകൊണ്ട് പിടിച്ചിട്ടു എന്ന വ്യാജ നറേറ്റീവ് ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഉയർന്നു വരുന്ന ദളിതരെ ഇല്ലാതാക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ അയാളെ വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തെറ്റുകളല്ല എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ആ തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇവിടുത്തെ മാതൃക അംബേദ്കറെ പോലുള്ളവരായിരുന്നു. നോക്കൂ, ഭാരതത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ദ്രൗപദി മുർമു, അങ്ങനെയുള്ളവരെയല്ലേ മാതൃകയാക്കേണ്ടത്? അത്തരത്തിലുള്ള മാതൃകകളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കമുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്ന വ്യാജ നറേറ്റീവുകളാണ് ഇത്തരം വേടന്മാരെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിനെ ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനകളുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഏതായാലും വേടന്റെ സംഗീതം എന്ന് പറഞ്ഞ് വേടൻ പറയുന്ന ചില വാക്കുകൾ പോലും ആരുടെയോ സൃഷ്ടിയോ ആരുടെയോ ക്യാപ്സൂളോ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വേടനെ കുറിച്ച്, വേടന്റെ അമ്മ ജാഫ്ന സ്വദേശിയാണ്. അപ്പോൾ തീർച്ചയായും വേടനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അയാളുടെ പുലിപ്പല്ല് നോക്കിയാലും ആ പുലിപ്പല്ല് കിട്ടിയതും ശ്രീലങ്കൻ ബന്ധത്തിൽ നിന്നാണെന്ന് മനസ്സിലാകുമ്പോൾ എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്നും, ഒരു ഗായകൻ എന്തിനു വേണ്ടി മഴു പോലുള്ള സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു സൂക്ഷിച്ചു എന്നുള്ളതിനുമൊക്കെ അയാൾ ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഉത്തരം പറയാനോ ഒന്നും പോകുന്നതിന് പകരം ഏതോ കോണുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില ക്യാപ്സൂളുകൾ, അതായത് വേടനെ സംരക്ഷിക്കണം, വേടൻ പൊരുതിയത് ബ്രാഹ്മണ്യത്തിനെതിരെയാണ്, സംഘപരിവാരത്തിനെതിരെയാണ് എന്നൊക്കെയുള്ള ക്യാപ്സൂളുകൾ പടച്ചിടുക വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ നശിപ്പിക്കൽ തന്നെയാണ്. ഏതായാലും ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. വേടന്റെ പാട്ടുകൾക്ക് പിന്നിലെ അജണ്ട പോലെ തന്നെ വേടനെ ഇപ്പോൾ പിടിച്ചപ്പോൾ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കും ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും പിണറായി വിജയൻ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അല്ലെങ്കിൽ എന്റെ മകൾ എന്റെ മകളുടെ ഫുൾ ഫിഗർ, അല്ലെങ്കിൽ എന്റെ മരുമകൻ എന്റെ മരുമകന്റെ തല അല്ലെങ്കിൽ ഫുൾ ഫിഗർ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇപ്പോൾ തീർച്ചയായും PK ശ്രീമതിയെ AKG സെന്ററിന്റെ 4 അയലത്ത് പോലും അടുപ്പിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാവുന്നുണ്ട്.